വരുവാനുണ്ട്. നീ ഇവിടെ നിന്നോ. വരണം സാറേ. ഈ പപ്പാതി ഹോട്ടൽ അല്ല സാറേ, ഇവിടെ കുഴിമന്തി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ട്. ഞാൻ അതിനൊന്നും വന്നതല്ല. പിന്നെ ഞാനൊരു എൻക്വയറിക്ക് വന്നതാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ചൂടോടെ തരാം. എന്ത് എഗ് ഫ്രൈ? ഇവിടെ വിവരമുള്ള ആരുമില്ലേ? ഇതിനല്ലേ പപ്പാതി ഹോട്ടൽ. ഇതിന്റെ ഓണർ വൺ മിസ്റ്റർ സുരേഷ് ബാങ്കിൽ വന്നിരുന്നു. ആരാത്? എന്റെ സ്വന്തം മുതലാളി. എന്ത് പുള്ളിയാത്തോണ്ട് സാറേ. ഇരുത്ത് കഴിക്ക് ടക്ക ടിക്ക ചക്ക ടിക്ക ചിക്കൻ ടുക്ക എന്ത് വേണം പറയട്ടെ കഴിക്കാൻ വന്നല്ല. കഴിഞ്ഞ ദിവസം ബാങ്കിൽ വന്ന് ഞങ്ങളുടെ ബാങ്കിൽ വന്ന് ഒരു ലോൺ അപേക്ഷിച്ചായിരുന്നല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊക്കെ പറഞ്ഞാൽ പതുക്കെ പറ. അല്ല ഞങ്ങളെ എന്താന്ന് വെച്ചാൽ ഞാൻ നന്നാകുന്നത് കാണാൻ മേലാത്ത കുറേ ശത്രുക്കൾ എനിക്കുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ശരി. ഞങ്ങൾ അതിന്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ എന്ന് അറിയാൻ. അതെ, ആധാരത്തിൽ സുരേഷ് എന്ന് പറയുന്ന താങ്കളല്ലേ? അതിന് കൂടെ ഒരു രാജേഷ് എന്ന് പറഞ്ഞ കൂടെ കാണുന്നുണ്ടല്ലോ. അതാണ് അത് ഞങ്ങളുടെ ഒരു വകയിലെ ഞങ്ങളുടെ ഒരു ചേട്ടനാണ്. ആണല്ലേ? അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? പുള്ളി മരിച്ചുപോയി. അയ്യോ, മുതലാളി എന്റെ മുതലാളി മരിച്ചു. ഞാൻ ഇപ്പോഴും ഇവിടെ കണ്ടിട്ട് വന്നതാണ്. അതെന്നറിയാം, പുള്ളി ആ മരിച്ച സമയത്ത് നമ്മൾ അറിയിച്ചില്ല. കാരണം പുള്ളിക്ക് മാനസിക വിഭ്രാന്തിയായിരുന്നു ആ സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനോടില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനോടുണ്ട്. പക്ഷെ അതിനകത്തൊരു വേറൊരു ട്വിസ്റ്റ് നടന്നു. എന്ത് പറ്റി? ഈ ഭാര്യ അവരുടെ കടയിൽ ജോലി ചെയ്തോണ്ടിരുന്ന ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി. എപ്പോ? എന്റെ കൂടെ ഇല്ല കേട്ടോ. അപ്പോ ഭാര്യ അങ്ങനെ പോയി. മക്കളാരെങ്കിലും ഉണ്ടോ? മക്കളില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ താങ്കൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ ബാങ്കിലോട്ട് വാ. ഓക്കെ, എന്നിട്ട് കുറച്ച് ഒപ്പിടേണ്ടി വരും. ഒരു കുഴപ്പമില്ല. അപ്പൊ മരിച്ചുപോയ ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റോടെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ലോൺ ഉടനെ പാസ്സാക്കി തരാം. ഓക്കെ സാർ, സന്തോഷം. ആയിക്കോട്ടെ.